കാർഗിൽ വിജയ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ കാർഗിൽ സന്ദർശിക്കും. കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികത്തിൽ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. നമുക്ക് കേരളത്തിലുമുണ്ട്, പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും കാർഗിൽ വിജയ ദിവസത്തിന്റെ സ്മരണയുണ്ട്. ആ സ്മരണയുമായി ബന്ധപ്പെട്ട ഓർമ്മയിലേക്കും അവിടെ നടക്കുന്ന ചടങ്ങുകളിലേക്കും കൂടി വളരെ വേഗം നമുക്ക് പോയി വരാം. ഷിരൂരിലെ വാർത്ത അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ തുടർ വാർത്തകളായി എത്തിക്കാം. ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നടക്കുന്ന കാർഗിൽ യുദ്ധവിജയ സ്മാരകത്തിന്റെ ഓർമ്മാ ദിനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ, എന്തൊക്കെയാണ് നമുക്ക് പാങ്ങോട് നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്? ഗവർണർ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിച്ചോ? കാലാവസ്ഥ അനുകൂലമാണോ? അഷിൻ ഡിയാഗോ, ഇപ്പോൾ ഗവർണർ അവിടെ എത്തിയിട്ടുണ്ട്, ചടങ്ങുകൾ തുടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്നിപ്പോൾ പാങ്ങോട് നടക്കുക? അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഇപ്പോൾ കാർഗിൽ യുദ്ധസ്മാരകത്തിൻ്റെ യുദ്ധസ്മരണ ദിനം. 25 വർഷം പൂർത്തിയാക്കുന്നു. 1/4 നൂറ്റാണ്ട് വീരസ്മരണ പുതുക്കുകയാണ് രാജ്യം. നമ്മുടെ ധീര ജവാന്മാർ അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നമ്മുടെയൊക്കെ ജീവിതം സാധ്യമാക്കിയതിൻ്റെ 1/4 നൂറ്റാണ്ടാണ്. അവർ ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്നത്, അവരുടെ ഏറ്റുമുട്ടലുകളൊക്കെ ഒരു വാർത്താ തലക്കെട്ടിൽ നിറഞ്ഞു പോകുമ്പോൾ കാർഗിലിൽ രാജ്യം അസാമാന്യമായ വിജയം നേടിയ ചരിത്രം, അസാധാരണമായ സാഹചര്യം, ഏത് പ്രതികൂല അന്തരീക്ഷത്തെയും മറികടക്കാനുള്ള സാഹചര്യമുണ്ട് ഇന്ത്യൻ ആർമിക്ക്. ഇപ്പോൾ ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിലും ആർമി ഏർപ്പെട്ടിരിക്കുന്നത് ആ കരുത്തോടു കൂടിയാണ്. ഇന്ത്യൻ ആർമിയുടെ ഒപ്പം നേവിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് കാർഗിൽ യുദ്ധസ്മരണ പുതുക്കുന്നു. രാജ്യവും ഈ 1/4 നൂറ്റാണ്ടിൻ്റെ ഓർമ്മ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ഡൽഹിയിലുണ്ട്. കാർഗിലിൽ ഇന്ന് ഈ ഓർമ്മ പുതുക്കുന്ന ദൃശ്യങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ ഡിയാഗോ, ചടങ്ങുകൾ അവസാനിച്ചോ? ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ സാധ്യതയുള്ളത് പാങ്ങോട്? രാജ്യം കാർഗിൽ വിജയ് ദിവസം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോൾ ആ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നതും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അല്പസമയം മുമ്പാണ് ഈ പരിപാടി ആരംഭിച്ചത് തന്നെ. ആദ്യം തന്നെ ഈ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് അർപ്പിച്ചതിന് ശേഷമാണ് ഈ പരിപാടി ആരംഭിച്ചത്. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ മറ്റു പരിപാടികൾ, ഫ്ലാഗ് ഓഫുകളും ഉണ്ടായിരുന്നു. സൈക്കിൾ റാലി അടക്കമുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ 14 ദിവസം നീണ്ട ഒരു സൈക്കിൾ റാലിയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതും. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ സ്മൃതി മണ്ഡപത്തിന് സമീപത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ പതിപ്പിക്കുകയാണ്. രാവിലെയോട് കൂടിയാണ് ഈ പരിപാടികൾ ആരംഭിച്ചത്. കാർഗിൽ വിജയ ദിനത്തിൻ്റെ ആ ഒരു ആഘോഷം, അതിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു ഊർജ്ജം പകർന്ന് അതിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഈ കാർഗിൽ വിജയ് ദിവസം അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ കേഡറ്റുകളൊക്കെ ഇവിടെയുണ്ട്. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ ഇന്നിപ്പോൾ കാർഗിലിൻ്റെ യുദ്ധസ്മരണ പുതുക്കുന്ന ദിവസമാണ്. 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു കാർഗിലിൻ്റെ വീരസ്മരണകൾക്ക്. ഇപ്പോൾ ധാരാളം പ്രേക്ഷകർ സനയ പറയുന്നു, കുത്തൊഴുക്ക് മാറിയിട്ട് ഇനി പുഴയിൽ എപ്പോൾ ഇറങ്ങാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഷിരൂരിലെ വിഷയത്തിലാണ് ഈ പ്രതികരണം. ബോലോ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യവുമായി ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. തീർച്ചയായും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീരസ്മരണ പുതുക്കുമ്പോൾ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ അതെല്ലാവർക്കും നമുക്കൊരു വലിയ ആവേശം നൽകിയ തന്നെയാണ്. 1/4 നൂറ്റാണ്ട് കാർഗിലിൻ്റെ യുദ്ധത്തിന് ശേഷം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട്. അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ സുഖമായി ഉറങ്ങുന്നു. ശരിയാണ്, അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ സുഖമായി ഉറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ സുഖമായി ഉറങ്ങുന്നു. ശരിയാണ്, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ദെൻ പ്രകൃതിയെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ്റെ കമൻറ്റ്, മുഹമ്മദ് സുഹൈൽ, മനുഷ്യ നീ ചെയ്തികൾ തന്നെ കാരണം അവൻ്റെ ഉള്ളിൽ അമർന്നെങ്കിലും അവനെ തള്ളിവിട്ടത് നിങ്ങളാണ് എന്ന് പ്രകൃതി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകൃതിയെ നമ്മൾ നോവിക്കുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്നത്തെ ദിവസം കാർഗിലിനെ കൂടി നമ്മൾ ഓർമ്മിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം കാർഗിലിൽ നമ്മൾ നേടിയ ധീരമായ ഐതിഹാസികമായ വിജയത്തിൻ്റെ 25ാം വർഷമാണ്. 1/4 നൂറ്റാണ്ട് തികയുന്ന ഈ ദിവസം ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ആർമിയുടെയും നേവിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥരെ നമ്മൾ വളരെയധികം
സ്മരണയോടുകൂടി നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. അവർ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് അവർ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്.